തൊഴിൽ തേടിപ്പോയ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി സായുധ സംഘം തടവിലാക്കിയതായി പരാതി. മലപ്പുറം വള്ളിക്കാപ്പറ്റ സ്വദേശികളായ ഷുഹൈബ്, സഫീർ എന്നിവരാണ് മ്യാൻമറിൽ തടവിൽ കഴിയുന്നത്. സംഭവത്തിൽ ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. മാർച്ച് 27-നാണ് ഷുഹൈബ്, സഫീർ എന്നിവർ സന്ദർശക വിസയിൽ ദുബായിലെത്തിയത്. പിന്നീട് തായ്ലാന്റ് ആസ്ഥാനമായ കമ്പനിയിൽ ജോലി ഒഴിവുണ്ടെന്നറിഞ്ഞ് അപേക്ഷ നൽകി. ഓൺലൈൻ അഭിമുഖത്തിന് ശേഷം ജോലി ലഭിച്ചതായുള്ള അറിയിപ്പും തായ്ലാന്റിലേക്കുള്ള വിമാന ടിക്കറ്റുമെത്തി. ഇരുവരും ഈ മാസം 22-ന് തായ്ലാന്റിലേക്ക് തിരിച്ചു. എന്നാൽ വിമാനത്താവളത്തിലെത്തിയ ഇവരെ ഏജന്റ് വാഹനത്തിൽ കയറ്റി അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. അവിടെ ശനിയാഴ്ചകളിൽ മാത്രമാണ് ഈ കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ കഴിയും. ആ ശനിയാഴ്ചകളിൽ ഇവര് ഭാര്യമാരെ വിളിച്ച് അപ്പോൾ ഈ വിളിക്കുന്ന സമയത്ത് ഇവരെ എടുത്ത ആളുണ്ടാവും, തോക്കൊക്കെ പിടിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും. പിന്നെയും കമ്മ്യൂണിക്കേഷൻ കുറച്ച് മറ്റെന്തോ അവിടുന്ന് കിട്ടുന്ന ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഇവരറിയാതെ അറിയിച്ച വിവരപ്രകാരം ഇവര് പോയി 3 ദിവസം ആയിട്ടുള്ളൂ. അതിനകം തന്നെ 2 തവണകളായിട്ട് 3ഓളം മലയാളികൾ വീണ്ടും ഈ കെണിയിൽ വീണിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഇയാൾക്കൊക്കെ ഒരു മാസത്തിൽ എത്രയോ ഡോളർ ടാർജറ്റാണ്. അപ്പോൾ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാത്തതുകൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു. ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പരിശീലനമാണ് ഇവർക്ക് നൽകുന്നതെന്നാണ് സൂചന. മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവരുടെ കെണിയിൽ പെട്ടിട്ടുണ്ടെന്ന് യുവാക്കൾ വീട്ടുകാരെ ഫോൺ മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്. ഓൺലൈൻ ചീറ്റിംഗ് ചെയ്തിട്ട് ഇവർക്കൊരു ടാർജറ്റാണ്. ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് ഇത്ര ചെയ്യണം. അങ്ങനെ ഒരു മാസം ഇവരെ ടാർജറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് 700 ബാത്ത് അവിടെ കൊടുക്കും. ഈ 15,000 രൂപ ഇവർക്ക് നാട്ടിൽ അയക്കാനൊന്നും പറ്റില്ല. ഇവർ നിൽക്കുന്ന ബിൽഡിങ്ങിൽ ബാറുണ്ട്, മറ്റെല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതിൽ ആ പൈസ അവർക്ക് ചെലവഴിക്കാം. മറ്റുള്ള ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 40-50 ആളുകൾ ഇരിക്കുന്ന ഓഫീസുകൾ, അങ്ങനെ കുറേ ഈ കമ്പ്യൂട്ടറൊക്കെ ഇരുന്നിട്ട് ഈ ജോലി ചെയ്യാം. പിന്നെ അവിടെ ജയിൽ വരെ അതിൻ്റെ അകത്തുണ്ട്. ഇരുവരുടെയും മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കുവാൻ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. സംഭവത്തിൽ ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. 24 മലപ്പുറം.